ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരുദയാണ്. നമുക്കൊന്നൊരു മുരിങ്ങയ്ക്ക കൊണ്ടൊരു തോരൻ വെക്കാം കേട്ടോ. നിങ്ങളിൽ കുറേ ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും, കുറേ ആളുകൾക്കൊക്കെ അറിയാത്തതുമായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമുക്കിവിടെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായാണ്. പറിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല, കുറച്ച് ഹൈറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ പറിച്ചെടുത്തത്. അപ്പോൾ കുറച്ച് സാധനം ഉണ്ടല്ലോ, എന്നാൽ അത് തോരൻ വെച്ച് കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. നമ്മളൊരു കായ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പൊട്ടിക്കുക ചെയ്യുക. ഒരടി ഇങ്ങനെ തറക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ കീറി വരും, തുമ്പ് ഇങ്ങനെ നടന്ന് വരും. നടന്ന് വരുന്നതിന് നമ്മൾ ശരിക്ക് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കാമ്പ് നമ്മളിങ്ങോട്ട് ചുരണ്ടി എടുക്കുക ചെയ്യുക കേട്ടോ. ഇങ്ങനൊരു സ്പൂണായിരിക്കും നല്ലത്, കത്തി വെച്ചിട്ട് ആരും ചുരണ്ടരുത്, അപ്പം മുറിഞ്ഞു പോകും. അപ്പം നമ്മൾ സ്പൂണ് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ചുരണ്ടി എടുക്കുക. നമ്മുടെ തറ ഞാനിപ്പോൾ ഇവിടെ ടേബിൾ നന്നായിട്ട് തുടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചുരണ്ടി അതൊരു പാത്രത്തിലേക്ക് എടുക്കണം. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ തോലിങ്ങനെ നമ്മൾ ഇതായിട്ടുണ്ട്. പിന്നെ നല്ല മൂത്തത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. മൂത്തത് എടുക്കരുത് കേട്ടോ. കുറച്ച് പിളന്ത് ആണ് നമുക്കിങ്ങനെ തോരൻ വയ്ക്കാൻ്റെ രുചി ഉണ്ടാവുള്ളൂ. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി. നന്നായിട്ട് മൂത്തതാകുമ്പോൾ ഒരു ചണ്ടിയായിരിക്കും, നമുക്ക് അതിലൊന്നും തിന്നാണ്ടാവില്ല. അപ്പം ഇതെല്ലാം നമ്മളങ്ങനെ ചീകി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ എരിവ് അതുപോലെ കേട്ടോ, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് എരിവ് വേണം. ഒരു സവാള, വലിയൊരു സവാള. ഇതൊക്കെ നമ്മുടെ സാധനത്തിനനുസരിച്ചാട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില അരിക്കിയിട്ടുണ്ട്, കുറച്ച് നമുക്ക് കടുക് വറുക്കുമ്പോൾ ഇടാം. നാളികേരം, ഇതിലേക്ക് ഞാനൊരു തുള്ളി ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ചേർക്കുകയാണ്, ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ജീരകം ഉള്ളത് കൊണ്ടങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ. വളരെ കുറച്ചിട്ടോ, വളരെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ്, അതിൻ്റെ ആവശ്യത്തിനുള്ളൊരു ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, സാധാരണ നമ്മൾ തോരൻ വയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. എന്നിട്ട് കൈ കൊണ്ട് ഇതൊന്ന് ഞരടി യോജിപ്പിക്കുക. അപ്പം നമ്മൾ ആ ചീകി ഇട്ടതിനകത്ത് ചെറിയ ചെറിയ പീസാവാതെയൊക്കെ നൂല് പോലെ കിടക്കണമൊക്കെ ഒന്ന് ഉടഞ്ഞു വരും. ബാക്കി നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ അതിൽ കിടന്നിട്ടും റെഡിയായി വന്നോളൂ കേട്ടോ. അതങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ വേകുമ്പോൾ അങ്ങോട്ട് ഉടഞ്ഞു വരും. ഇപ്പോൾ ഉടയാത്തത് കാര്യമാക്കണ്ട. ചിലത് നൂല് പോലെ ഉണ്ടാവും, അത് ഉടയാത്ത കാര്യമാക്കണ്ട. വെന്ത് കഴിയുമ്പോൾ നുറുങ്ങി വന്നോളും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങോട്ട് ഞരടി പൊത്തി വെച്ചിട്ട് കടുക് വറുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി. ഞാൻ കടുക് വറുത്ത് ഇടുന്നത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, തീ കത്തിച്ചിട്ട് ഞാനൊരു അലുമിനിയം ചീനച്ചട്ടി വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ചൂടാവട്ടെ. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളൊരു 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില നമ്മൾ ഈ പൊത്തി വെച്ചതിൽ ഇട്ടതാണ്, എന്നാലും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളത് ഈ പാത്രം ഒന്ന് ചുഴറ്റിയിട്ടൊരു നുള്ളു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു നുള്ളു വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു തോരനാവും ഇത്. നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്നവർ ഇനി ഇതിലും വേറെ വല്ല വ്യത്യാസമൊക്കെ അതിലുണ്ടോ നിങ്ങൾ വെക്കുന്നതിലുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. ഇതൊന്ന് അടഞ്ഞിരുന്നിട്ട് വേവട്ടെ. നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടിരിക്കുകയാണ്. ഇനി അത് വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ അത് ഇങ്ങനെ പൊത്തി തന്നെ വെക്കണം. വെന്ത് ഇത് കുറച്ചുകൂടെ വളർന്ന് കിട്ടണം എന്നുള്ളവർ അത് ചീനച്ചട്ടിയുടെ 4 സൈഡിലേക്കും അതിങ്ങനെ ഒന്ന് ചിക്കി ഇട്ട് കൊടുത്ത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. മതിയായി ഇതുപോലൊരു ഈർപ്പത്തോടെ വേണം എന്നുള്ളവർ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി കൂടുതലൊന്നും മുരിങ്ങക്കായൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കോണമെന്നില്ല. 2-3 ഉള്ളൂ എന്നുള്ളവർ ഒരു തോരൻ വെക്കണം എന്നുണ്ട്, ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേണം താനും എന്നുള്ളവർ ഇതിൻ്റെ നടുക്കോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു തോരൻ വെക്കാം കേട്ടോ. ഈ മുരിങ്ങക്കായ ചിരണ്ടി തോരൻ വെക്കുന്നതിൻ്റെ നടുഭാഗത്തേക്ക്
നമ്മൾ ഈ തോരൻ ഒരു വകഞ്ഞ് മാറ്റി അതിന് നടുക്കോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്താലും ഒരു തോരനായി കേട്ടോ. മുരിങ്ങക്കായ ആയിട്ട് മുരിങ്ങയുടെ ഇലയുമായിട്ടൊക്കെ നന്നായിട്ട് ചേരും. മുട്ടയുടെ ടേസ്റ്റ് നന്നായിട്ട് ചേരുന്നതാണ്. അപ്പം നമ്മൾ വീണ്ടും അതിങ്ങനെ തല്ലി പൊത്തിയിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. ഒരു തോരന് പിന്നെ ഡ്രൈ ആയി കുറച്ചൊന്നിങ്ങനെ ഒന്ന് ഇതായി വന്നോട്ടെ, ഒന്ന് പൊതിഞ്ഞിരുന്നോട്ടെ എന്ന് ഓർത്തിട്ട് അടച്ച് വെക്കാൻ പോവാണ്. തോരനിനി വിളമ്പുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് ഇനി അങ്ങനെ ഇരിക്കട്ടെ. ഞങ്ങൾ ഉച്ചയ്ക്ക് വിളമ്പുമ്പോഴേ ഇത് എടുക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിഷ്ണ, മോളാണ്. അമ്മ വേറെ പണിയിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. അമ്മ ഉണ്ടാക്കിയ മുരിങ്ങക്കാത്തോരൻ ഞാൻ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.